ഇപ്പോൾ ഉണ്ടായ എക്സ്പ്ലോഷൻ തുടർ സ്ഫോടനങ്ങൾ അത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ്, ഡ്രോൺ സ്ഫോടന പരമ്പരയാണ് ലാഹോറിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നത്. റഷീദ്, വിനീഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വിനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനമായിട്ടുള്ള സമീപനം ഉണ്ടാവുകയും പിന്നീട് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുമുണ്ടായത്. അതേസമയം തിരിച്ചടി നൽകുമ്പോൾ പോലും അതീവ ജാഗ്രതയോടു കൂടിയാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഭീകര കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുക, 25 ഭീകരരുടെ താവളങ്ങൾ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയും പിന്നീട് 9 കേന്ദ്രങ്ങൾ വലിയ പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മേൽ ഒരു പ്രഹരവും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു അപകടവും ഉണ്ടാക്കാതെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിക്കൊണ്ട് തന്നെയാണ് സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന വിശേഷം. അതേസമയം ഇന്ന് ഇപ്പോൾ ലാഹോറിൽ സംഭവിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അങ്ങനെ തന്നെയാണ് നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൈറൺ മുഴക്കുകയും പിന്നീട് ഈ ജനവാസ മേഖലകളിൽ നിന്ന് അടക്കമുള്ള ആളുകളെ ഒരു നിർദ്ദേശം നൽകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സൂചന നൽകുന്ന രീതിയിലുള്ള സൈറണുകൾ മുഴക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇത്തരത്തിൽ ഏറെ ജാഗ്രതയോടു കൂടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും നിരപരാധികളായിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാരെ ലക്ഷ്യം വെക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ഓപ്പറേഷനുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിലപാട് അല്ല ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, വിദേശികളടക്കമുള്ള ജനങ്ങളെ വധിക്കുകയും പിന്നീട് ഈ ഷെല്ലാക്രമണത്തിലൂടെ സാധാരണക്കാരെ ജനങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടികളിലേക്കാണ് പാകിസ്ഥാൻ കടന്നത്. അതേസമയം ഇന്ത്യ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. ഇത് തന്നെയാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിലനിൽക്കാനുള്ളൊരു പ്രത്യേക കാരണമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം. കാരണം വിവിധ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളാണ് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ കേന്ദ്രവും സൈന്യവും സൈന്യം എന്ന് പറയുമ്പോൾ 3 സേനാ വിഭാഗങ്ങളും കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നടത്തുകയും ഈ വിശദാംശങ്ങളൊക്കെ തന്നെയും വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പഴുതടച്ചുള്ള ഒരു ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ 3 ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം നടപടികൾ തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഏറ്റെടുത്തിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള 3 സ്ഫോടനങ്ങളാണ് ഇപ്പോൾ ലാഹോറിൽ ഉണ്ടായിരിക്കുന്നത്. ലാഹോറിലെ നാവികസേനാ കോളേജിൽ നിന്നും പുക അടക്കം ഉയരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഗോപാൽ നഗർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പൗരന്മാർക്ക്, അതായത് ഈ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ജമ്മു കാശ്മീരിലും അതോടൊപ്പം മറ്റു അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും അതീവ ജാഗ്രതയിൽ തന്നെയാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം തുടർന്നാൽ അതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ, അതായത് ഇന്ന് പുലർച്ചയോടുകൂടി പാകിസ്ഥാൻ കുപ്വാര മേഖലകളിൽ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. അതോടൊപ്പം മറ്റു അഖ്നൂർ, കുപ്വാര തുടങ്ങിയിട്ടുള്ള മറ്റു മേഖലകളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുകയാണെങ്കിൽ ഒരു അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശം കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ വീണ്ടും തിരിച്ചടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ 3 സേനാ വിഭാഗങ്ങളും, അതായത് കരസേന, നാവികസേന, വ്യോമസേന വിഭാഗങ്ങളൊക്കെ തന്നെ സംയുക്തമായി കൊണ്ടുള്ളൊരു ആക്രമണം പാകിസ്ഥാനെതിരെ ഉതിർക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ ലാഹോറിലെ വിവിധ, അതായത് 3 പ്രദേശങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനിഷ.